പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് കഥ ആരംഭിക്കാം. ഞാൻ അർജുൻ. ഞാൻ അവളെ ആദ്യമായി കാണുന്നത് എൻ്റെ ഇളയ പെങ്ങളെ ക്ലാസ്സിൽ കൊണ്ടുവിടുവാൻ വേണ്ടി കോളേജിലേക്ക് പോകുന്ന ദിവസമായിരുന്നു. ചേച്ചി എന്ന് വിളിക്കാൻ പ്രായമുണ്ട് അവളെ കണ്ടു കഴിഞ്ഞാൽ. അവളുടെ പേര് ഗീത എന്നാണ്. എൻ്റെ കൂട്ടുകാരിയുടെ ആന്റി ആയിരുന്നു. ആന്റി എന്നൊക്കെ പറഞ്ഞാൽ ഒരു 10-35 വയസ്സ് പ്രായമുണ്ട്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. പെണ്ണുങ്ങളുടെ കാര്യത്തിൽ കുറച്ച് വീക്ക്നെസ് ഒക്കെ ഉള്ള ആളാണ് കേട്ടോ. കാരണം എൻ്റെ വീട്ടിൽ എനിക്ക് ചേട്ടനും അനിയനുമാണുള്ളത്. പിന്നെ ഉള്ളത് അച്ഛനും അമ്മയുമാണ്. പെണ്ണുങ്ങളെയൊക്കെ കാണുമ്പോൾ പെണ്ണുങ്ങളെ കുറിച്ച് പല കാര്യങ്ങളും അറിഞ്ഞതിൽ പിന്നെ എനിക്ക് എന്തൊക്കെയോ പോലെ ഒരു തോന്നലാണ് എൻ്റെ ശരീരത്തിൽ. അതുകൊണ്ടാണ് എനിക്ക് പെണ്ണുങ്ങളോട് ഒരു വലിയ താല്പര്യം. അതുമല്ല, പെണ്ണുങ്ങളുമായി എല്ലാമൊക്കെ നടത്താൻ എനിക്ക് ഭയങ്കര കൊതിയുമാണ്. ഞാൻ ആദ്യമായിട്ടെല്ലാം നടത്തിയത് എൻ്റെ കൂട്ടുകാരൻ്റെ ചേച്ചിയുടെ അടുത്താണ്. അങ്ങനെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലഘട്ടം ആയപ്പോൾ തന്നെ എൻ്റെ കൊതിയെല്ലാം പല വഴിക്കായി ഞാൻ തീർത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കണ്ടുവച്ചിരിക്കുന്നതോ കൂട്ടുകാരിയുടെ ആന്റിയെയാണ്. ആന്റിയെ കണ്ടാൽ തന്നെ നമുക്കൊരു കൊതിയൊക്കെ തോന്നും. നല്ല വെളുത്തു തുടുത്ത ശരീരവും ആ മുന്നഴകും പിന്നഴകും എപ്പോഴും എല്ലാം ആട്ടിയാട്ടിയുള്ള ആ നടത്തവുമൊക്കെയാണ് പുള്ളിക്കാരിയെ കണ്ടു കഴിഞ്ഞാൽ. ചിലരെ കാണുമ്പോൾ തന്നെ നമുക്ക് ആദ്യ കാഴ്ചയിൽ തന്നെ ഒരു അട്രാക്ഷൻ തോന്നുമല്ലോ. അതേപ്പറ്റിയുള്ള ഒരാളായിരുന്നു കൂട്ടുകാരിയുടെ ആന്റിയും. പക്ഷേ അവളുടെ ആന്റിയെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോഴാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായത്. അവളുടെ ആന്റിയും ആള് മോശമൊന്നുമല്ല. കുറച്ചൊക്കെ കൊതിയുള്ള ടൈപ്പ് ആയിരുന്നു. കണ്ടാൽ തന്നെ അറിയാം. അവളുടെ ആന്റിക്ക് മാമന്റെ അടുത്ത് നിന്നും കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ലെന്ന് കാണുമ്പോഴേ തന്നെ മനസ്സിലാകും. അങ്ങനെ പലപ്പോഴും അതുപോലെ തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു അവരുടെ സംസാരമൊക്കെ. ആദ്യമൊക്കെ ഞാൻ എൻ്റെ കോളേജിൽ വരുമ്പോൾ എൻ്റെ കൂട്ടുകാരിയെ കൊണ്ടുവിടുന്നതിന് അവളുടെ ആന്റിയും വരാറുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ പെട്ടെന്ന് കാണുന്നതും സംസാരിക്കുന്നതും മാത്രമായിരുന്നു. പിന്നീട് അവരെ കണ്ട് മനസ്സിൽ എന്തോ ഒരു സ്പാർക്ക് ഉണ്ടായി. അങ്ങനെ ഞാനും കൂട്ടുകാരിയുടെ ആന്റിയും നല്ലൊരു കൂട്ടുകെട്ടായി. ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും കുറച്ച് ഫോട്ടോ കോപ്പി എടുക്കുന്നതിന് വേണ്ടി കടയിലേക്ക് പോവുകയായിരുന്നു. അത് അവിടെ നിന്നെടുത്ത് കോളേജിൽ കൊണ്ടുപോയി കൊടുത്താലാണ് പരീക്ഷ എഴുതാൻ പറ്റുകയുള്ളൂ. അതിനുവേണ്ടി പോകുന്ന വഴിക്ക് ബസ് സ്റ്റോപ്പിൽ കൂട്ടുകാരിയുടെ ആന്റി നിൽക്കുന്നത് കണ്ടു. ഞാൻ പെട്ടെന്ന് തന്നെ വണ്ടി നിർത്തി. ആന്റി എന്താ ഇവിടെ നിൽക്കുന്നത്, വരുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചതും അവളുടെ ആന്റി ചാടി എന്റെ വണ്ടിയിൽ കയറി. ഞാൻ അന്ന് പോകുന്നത് ആക്റ്റീവയായിരുന്നു ഞാൻ ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടി. ഒരു മടിയില്ലാതെ ആന്റി എന്റെ പുറകിൽ കയറിയിരുന്നു. ആന്റിയെ കണ്ടു കഴിഞ്ഞാൽ ആന്റിക്ക് ഒരു ഏകദേശം 36-38 ഇഞ്ച് സൈസുള്ള മുന്നഴകായിരുന്നു. വണ്ടിയിൽ പോകുന്ന സമയം ആന്റിയുടെ ആ മുന്നഴക് വെച്ച് എന്റെ പുറത്തിടിക്കാൻ തുടങ്ങി. പലപ്പോഴും എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ വരികയായിരുന്നു. എപ്പോൾ വേണമെങ്കിൽ ഞാൻ വണ്ടി നിർത്തി ആന്റിയെ കയറി പിടിക്കുമോ എന്ന് പോലും എനിക്ക് തോന്നിയ ചില നിമിഷങ്ങൾ അവിടെ എനിക്കുണ്ടായെന്ന് തന്നെ പറയാം. ഞാൻ എങ്ങനെയൊക്കെയോ എന്നെ പിടിച്ചു നിർത്തി. ഞങ്ങൾ ഓരോന്നും സംസാരിച്ചുകൊണ്ട് ടൗൺ വരെ എത്തി. ആന്റിക്ക് അവിടുത്തെ ഇൻഷുറൻസ് ഓഫീസിൽ പോകുന്നതിന് വേണ്ടിയായിരുന്നു എന്റെ കൂടെ ടൗൺ വരെ വന്നത്. ആ ഒരു യാത്ര എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു. ഇൻഷുറൻസ് ഓഫീസിലൊക്കെ കയറിയിട്ട് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ആയപ്പോഴേക്കും ആന്റി വരുമെന്നാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം എന്റെ കോപ്പി എടുക്കാനുള്ള പേപ്പറുകളെല്ലാം കടയിൽ കൊടുത്ത് പെട്ടെന്ന് തന്നെ കോപ്പി എടുത്ത് ആന്റിയുടെ ആ സുഖമുള്ള മുട്ടലിന് വേണ്ടി ഞാൻ കാത്തു നിന്നു. ഒരു ഏകദേശം 15 മിനിറ്റ് ഒക്കെ ആയപ്പോഴേക്കും ആന്റി ഇൻഷുറൻസ് ഓഫീസിൽ നിന്നും ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. ഞാൻ ഓടിച്ചെന്ന് കടയിൽ നിന്ന് ഒരു ജ്യൂസ് വാങ്ങി കുടിച്ച് പകുതിയാക്കി അവിടെ തന്നെ നിന്നു. തിരിച്ചു വന്ന് എന്നെ കണ്ടതും, നീ പോയില്ലായിരുന്നോ? ഇല്ല, ഞാൻ കുറച്ച് ഫോട്ടോസ്റ്റാറ്റുകൾ എടുത്തു. പിന്നെ എനിക്ക് ആകെ ഒരു ക്ഷീണം പോലെ. അതുകൊണ്ടൊരു ജ്യൂസ് കുടിച്ചുകൊണ്ട് നിന്നപ്പോഴേക്കും ആന്റി പോയിട്ട് വന്നു. ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞില്ലായിരുന്നോ എനിക്ക് അങ്ങേയറ്റം പോയാൽ ഒരു ഏകദേശം അരമണിക്കൂർ മതിയെന്ന്? അതെ, എനിക്കും അരമണിക്കൂർ മതി. അത്രയും പറഞ്ഞ് ഞാൻ ആന്റിയോട് ചോദിച്ചു, ആന്റി തിരിച്ചെന്റെ കൂടെ വരുന്നുണ്ടോ? ആ സമയം ആന്റി നാണത്തോടെ വരുന്നുണ്ട് എന്നായിരുന്നു എനിക്ക് മറുപടി തന്നത്. എനിക്ക് അപ്പോൾ വന്ന സന്തോഷം
സത്യം പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു. ഞാൻ വേഗം തന്നെ എന്റെ വണ്ടി എടുത്തു. ആന്റി കയറി പുറകിൽ കയറിയിരുന്നു. ഒരുപാട് സ്പീഡൊന്നും എടുക്കാതെ പതിയെ തന്നെ അത്യാവശ്യം ബ്രേക്ക് പിടിച്ചുകൊണ്ട് തന്നെ വണ്ടി ഓടിച്ചു. ഓ, അതൊന്നും പറയേണ്ട കാര്യമില്ല. അതൊരു സുന്ദരമായ യാത്രയായിരുന്നു. ഞാൻ ആന്റിയുടെ വീട്ടിലേക്ക് ആന്റിയെ കൊണ്ടുവിടുന്നതിന് വേണ്ടി പോയി. ബസ് സ്റ്റോപ്പിൽ വിട്ടാൽ മതിയെന്ന് ആന്റി ഒരുപാട് നിർബന്ധിച്ചു. അങ്ങനെ പറഞ്ഞെങ്കിലും അതൊക്കെ മോശമല്ലേ. ഞാൻ അതൊന്നും കേൾക്കാതെ ആന്റിയുടെ വീട്ടിൽ തന്നെ കൊണ്ടുവിട്ടു. എന്തായാലും വീട് വരെ വന്ന സ്ഥിതിക്ക് വെറുതെ കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞ് ആന്റി എന്നെ നിർബന്ധിച്ചു വീട്ടിനുള്ളിലേക്ക് കയറ്റി. ആന്റിയുടെ നിർബന്ധപ്രകാരം ഞാൻ ആന്റിയുടെ വീടിനുള്ളിലേക്ക് കയറി. എന്നോട് ഇരിക്കാൻ പറഞ്ഞിട്ട് ആന്റി മുറിയുടെ അകത്തേക്ക് കയറിപ്പോയി. അവിടെ നിന്ന് സാരിയെല്ലാം മാറി ഒരു ചുമപ്പ് നൈറ്റി വിട്ട് ആന്റി അടുക്കളയിലേക്ക് പോകുന്നത് കണ്ടു. കുറച്ചു കഴിഞ്ഞ് എനിക്ക് ചായ എടുത്തു കൊണ്ടുവന്നു. ആന്റി എന്റെ അടുത്ത് വന്ന് ചായ വെക്കാൻ കുനിഞ്ഞപ്പോൾ ആ മുന്നഴക് എനിക്ക് നന്നായി കാണാമായിരുന്നു. സത്യം പറഞ്ഞാൽ ആ സമയം എന്റെ കൺട്രോൾ വിട്ടുപോകുമെന്ന് വരെ, കൺട്രോൾ വിട്ടുപോയി ആന്റി എങ്ങാനും കയറി പിടിക്കുമോ എന്ന് പോലും ഞാൻ ഓർത്തങ്ങനെ ഇരുന്നു.